അവയവ മാഫിയകളുടെ പ്രവർത്തനം കേരളത്തിലെ അവയവദാന പ്രക്രിയയെ കാര്യമായി ബാധിച്ചുവെന്ന് IMAയുടെ സെൻട്രൽ വർക്കിംഗ് കമ്മിറ്റി അംഗം ഡോക്ടർ സുൽഫി നൂഗു പറയുന്നു. മസ്തിഷ്ക മരണത്തിന് ശേഷം നടക്കുന്ന അവയവദാന പ്രക്രിയ ഇല്ലാതാക്കാൻ ഇവർ ശ്രമം നടത്തുകയാണ്. മസ്തിഷ്ക മരണാനന്തരമുള്ള അവയവദാനമാണ് പ്രോത്സാഹിപ്പിക്കേണ്ടതെന്നും ഡോക്ടർ സുൽഫി നൂഗു 24 പറഞ്ഞു. മസ്തിഷ്ക മരണത്തിന് ശേഷം നടക്കുന്ന അവയവദാന പ്രക്രിയ ഇല്ലാതാക്കുവാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായിട്ട് അവർ ഇത്തരം ഒരു പ്രവർത്തനത്തിലൂടെ ഈ മസ്തിഷ്ക മരണത്തിന് ശേഷമുള്ള അവയവദാനം നിന്നുപോവുകയാണെങ്കിൽ കൂടുതൽ ലൈവ് ഡോണർ ജീവിച്ചിരിക്കുന്ന ആൾക്കാരിൽ നിന്നും അവയവദാനം എടുക്കുന്ന ഒരു പ്രക്രിയ കൂടുതൽ ശക്തമാകുമെന്ന് അവർ ധരിക്കുന്നു. അത്തരം ഒരു പ്രക്രിയ വളരെ കാലങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അവയവം എടുക്കുന്ന ആൾക്കാർക്ക് പോലും കൃത്യമായ അവർക്ക് ഒരു റെമ്യൂണറേഷൻ പോലും കിട്ടുന്ന കാര്യത്തിൽ പോലും വലിയ തരത്തിലുള്ള ചൂഷണമുണ്ട് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഈ അവയവദാനം കേരളത്തിൽ ആയിരക്കണക്കിന് രോഗികളാണ് അവയവദാനം കാത്തിരിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്ത് മസ്തിഷ്ക മരണാനന്തര അവയവദാനം, അതായത് മരിച്ചുപോയ ആൾക്കാരിൽ നിന്ന് അവയവം എടുക്കുന്ന പ്രക്രിയയെ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതാണ് സർക്കാരിന്റെ നയവും. ആ ഒരു നയം എല്ലാ രാജ്യങ്ങളിലും അത്തരം ഒരു നയമാണ് കൂടുതലായിട്ടുള്ളത്. ആ ഒരു നയത്തിലേക്ക് എത്തിച്ചേരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ പ്രക്രിയകളെയും കുറിച്ചും അന്വേഷണം ഉണ്ടാവണം. കൂടുതൽ വിവരങ്ങളുമായി വിനീത വിജി കൊച്ചിയിൽ നിന്നും തത്സമയം ചേർന്നു. വിനീത, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. പ്രധാനമായും അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ഇപ്പോഴും ഈ അവയവ മാഫിയകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. ഇത്തരം മാഫിയകളുടെ പ്രവർത്തനം അത് വലിയൊരു നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ടാണ്, നെറ്റ്വർക്കിലൂടെയാണ് അവർ ഇത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഇതിനെതിരെ കൃത്യമായിട്ടുള്ളൊരു അന്വേഷണമാണ് വേണ്ടതെന്നാണ് പറയുന്നത്. സമൂഹത്തിൽ സാമ്പത്തികമായൊക്കെ പിന്നോക്കം നിൽക്കുന്ന ഒരു വിഭാഗത്തെയാണ് ഇവർ കേന്ദ്രീകരിക്കുന്നത്. ഇവരിൽ നിന്ന് ഈ അവയവദാനത്തിനായി ഇവരെ സമീപിക്കുകയും ഒപ്പം തന്നെ പലരും ഇങ്ങനെ അവയവങ്ങൾ മറ്റും ദാനം ചെയ്തതിനു ശേഷം ഇവർക്ക് കൃത്യമായിട്ടുള്ള റെമ്യൂണറേഷൻ പോലും നൽകാതെ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ വലിയ ചൂഷണത്തിന് ഇരയാകുന്ന ഒരു സാഹചര്യം നിലവിൽ കേരളത്തിലുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇങ്ങനെയുള്ള ഈ അവയവ മാഫിയകളുടെ പ്രവർത്തനം അത് ഈ എല്ലാ നിയമവും പാലിച്ചുകൊണ്ട് ഈ അവയവദാനത്തിന് മറ്റുമായി കാത്തിരിക്കുന്ന ആയിരക്കണക്കിന് രോഗികളുണ്ട് കേരളത്തിൽ. ഇവരെയൊക്കെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുന്നതാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഈ അവയവ മാഫിയകൾക്കെതിരെ കൃത്യമായൊരു അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ വേണ്ടതെന്നും അദ്ദേഹം പറയുകയാണ്. ഈ കൃത്യമായൊരു അന്വേഷണം കൊണ്ടുവരികയും ഒപ്പം തന്നെ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇത്തരം മാഫിയകളിലെ കണ്ണികളെ പുറത്തേക്ക് കൊണ്ടുവരികയും വേണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ മസ്തിഷ്ക മരണത്തിന് ശേഷമുള്ള അവയവദാനത്തെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത്. സർക്കാരിന്റെ ഒരു നയവും ഈ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ പലരും ഈ ഒരു നയമല്ല മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ മറ്റേ ഇത്തരത്തിലേക്കുള്ള കണ്ണികൾ, അതായത് ഈ മാഫിയ കണ്ണികൾ ഈ ആളുകളെ സമീപിക്കുകയും അവർ ചെറിയ രീതിയിലുള്ള ബോധവൽക്കരണങ്ങളും മറ്റും നടത്തി അവരെ തെറ്റിദ്ധാരണ പടർത്തി ഒപ്പം അവരിൽ നിന്നുള്ള ഈ അവയവദാനത്തിന് അവരെ കണ്ണികളാക്കുകയും ഒക്കെ ചെയ്യുന്നു. ഈ അവയവം നൽകിയതിനു ശേഷം പിന്നീട് ഇവർക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ ലഭ്യമല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇവർക്ക് കൃത്യമായിട്ടുള്ള റെമ്യൂണറേഷൻ ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുന്നു. ഇത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ നടക്കുന്ന കേരളത്തിലെ ഈ അവയവദാന പ്രക്രിയയെ ബാധിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ഈ ഘട്ടത്തിൽ കൃത്യമായൊരു അന്വേഷണം കൂടി വേണമെന്നാണ് IMAയുടെ ആവശ്യം. എസ് കെ. ഓക്കെ, താങ്ക് യു വിനീത വിജി.